ഹായ് ഗൈസ്, പ്രിൻസ്റ്റെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 600 ഒരു ഫോക്സി എന്ന് പറഞ്ഞ കമ്പനിയുടെ കമ്പ്യൂട്ടർ UPS ഉണ്ട് നമുക്ക് സർവീസ് ചെയ്യാനായിട്ട്. ഫുള്ളായിട്ടാണ് മോസ്ഫെറ്റൊക്കെ പൊട്ടിത്തെറിച്ചാണ്. ഓൾറെഡി ഞാനതൊക്കെ അഴിച്ചിട്ടുണ്ട്, കംപ്ലൈൻറ്റ് കണ്ടെത്തി. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ട വിധം ഇതിൽ കാണിക്കാം. പിന്നെ മോസ്ഫെറ്റ് റീപ്ലേസ് ചെയ്തിട്ട് നമുക്കതിനെ ഓൺ ചെയ്ത് നോക്കാം, ഫോൾട്ട് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് ഇനി ബാറ്ററിയാണ്. ബാറ്ററീനെ എൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അതാണ് എൻ്റെ ബോർഡ്. ഈ ബോർഡിൽ കാര്യമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഒന്നും വരില്ല. ഇവിടെ ഒരു 4 മോസ്ഫെറ്റ് ഉണ്ട്. 1 2 3 4 മോസ്ഫെറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ മോസ്ഫെറ്റ് പൊട്ടിത്തെറിച്ചാണ്. മൊത്തത്തിൽ മോസ്ഫെറ്റ് പൊട്ടിപ്പോയതാണ്. അധികം ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതാണ് മോസ്ഫെറ്റ്. രണ്ടെണ്ണം പൊട്ടിത്തെറിച്ച് 2 ഷോർട്ട് ആവുകയും ചെയ്തു മോസ്ഫെറ്റ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോസ്ഫെറ്റ് അതിനെ ചെക്ക് ചെയ്യാം എന്നുള്ള രീതിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പുതിയൊരു മോസ്ഫെറ്റാണ്. 4 മോസ്ഫെറ്റ് വാങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ റീപ്ലേസ് ചെയ്ത് നോക്കാം. ഈ ബോർഡ് ചെക്ക് ചെയ്യാൻ സുഖമാണ്. ബോർഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ മൾട്ടിമീറ്ററിനെ കണ്ടിന്യൂറ്റി മോഡിലിടുക, ഫസ്റ്റ് മോഡിലിടുക. എന്നിട്ട് ഈ ബോർഡിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ വരുന്ന ഭാഗത്ത് നെഗറ്റീവ് പ്രോബ് വെക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്ത് നമുക്ക് കാണാം. ഇത് നെഗറ്റീവ് ഭാഗത്താണ്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള ഡ്രെയിൻ സോഴ്സ് ഗേറ്റ് ഇതിലൊക്കെ നമ്മൾ പോസിറ്റീവ് പ്രോബ് കൊണ്ട് വെച്ചാൽ ഈ മോസ്റ്റ് ഷോർട്ട് ആണെങ്കിൽ നിയർ ബൈ ഉള്ള കമ്പോണൻസ് എന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഈ ഒരു മെത്തേഡ്. പൊളാരിറ്റി തിരിച്ചു വെച്ചാലും കറക്റ്റ് നമുക്ക് കാണാം. എന്ത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പോസിറ്റീവ് നെഗറ്റീവും ഒരിക്കലും ഒരു ബോർഡിൽ ഏതൊരു ബോർഡായിക്കോട്ടെ ഷോർട്ട് കാണിക്കരുത്. പോസിറ്റീവ് നെഗറ്റീവ്, അതായത് പോസിറ്റീവ് പ്രിൻറ്റും നെഗറ്റീവ് പ്രിൻറ്റും പാത്തുകളും ഒരിക്കലും ഷോർട്ട് കാണിക്കരുത്. ഫോൾട്ട് ഫൈൻഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ്. ചെറിയ SMD കമ്പോണൻറ്റുകളൊക്കെ ഉണ്ടാവും. SMD കമ്പോണൻറ്റുകൾ ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സുഖമുള്ള മെത്തേഡാണ് നെഗറ്റീവ് ഭാഗത്ത് നെഗറ്റീവ് കൊടുക്കുക. പോസിറ്റീവ് പ്രോബ് എടുത്തിട്ട് എല്ലാ കപ്പാസിറ്ററിലും SMD കപ്പാസിറ്റർ സംശയമുള്ളതിൻ്റെയൊക്കെ SMD കപ്പാസിറ്ററിൻ്റെയൊക്കെ 2 പോളിലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പോള് ചിലപ്പോൾ എർത്തിങ് ആയിട്ടുണ്ടാവും. 2 പോള് ഒരിക്കലും എർത്തിങ് കാണിക്കാൻ പാടില്ല. കണ്ടിന്യൂറ്റി കാണിക്കാൻ പാടില്ല. കാണിച്ച് അതിനകത്ത് ഷോർട്ട് എന്നാണ്. കോയിലുകൾ മാത്രം കാണിക്കും. അത് കോയിലുകൾ പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോകുന്ന കോയിലുകൾ നെഗറ്റീവുമായിട്ട് കോണ്ടാക്ട് കാണിക്കാൻ പാടില്ല. ഇനിയാണ് നമ്മൾ SMD കമ്പോണൻറ്റുകളും ഇതൊക്കെ ഫുള്ള് ഇപ്പോൾ ഇറങ്ങുന്ന ബോർഡുകളെല്ലാം SMD ആണ്. ചുരുക്കം ചെറിയ ചില ബോർഡുകൾ മാത്രമേ ഉള്ളൂ SMD അല്ലാതെ വരുന്നത്. എല്ലാം SMD ആയിരിക്കും. അപ്പം എല്ലാ കമ്പോണൻറ്റും ചെക്ക് ചെയ്യുക. ഈസിയാണ്, വേഗം കഴിയുന്ന പരിപാടി തന്നെയാണ് ഈ ഒരു മെത്തേഡ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ വേറെ കമ്പോണൻറ്റ്സ് ഒന്നും ഷോർട്ട് കാണിച്ചിട്ടില്ല. നെഗറ്റീവ് ഭാഗത്ത് മാത്രമേ കണ്ടിന്യൂറ്റി കാണിക്കുന്നുള്ളൂ. മോസ്ഫെറ്റ് പൊട്ടി കാരണം മോസ്ഫെറ്റ് ഞാൻ ഊരി. അപ്പം നമുക്ക് പുതിയ മോസ്ഫെറ്റ് ഇട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. മോസ്ഫെറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ബോർഡിൽ ഫസ്റ്റ് ഇടതുഭാഗത്ത് 1ാമത്തെ മോസ്ഫെറ്റും ലാസ്റ്റ് അവസാനിക്കുന്ന 4ാമത്തെ മോസ്ഫെറ്റിനും ബാക്കിൽ ഷീൽഡ് ഉണ്ടാവും. അതായത് മോസ്ഫെറ്റിൻ്റെ ബോഡി ഈ ഹീറ്റിങ്ങിൽ കോണ്ടാക്റ്റ് ആവരുത്. 1ാമത്തെ ലാസ്റ്റ് അത് നമ്മൾ അഴിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. തിരിച്ച് നമ്മൾ മോസ്ഫെറ്റ് റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ബാക്കിലുള്ള ഷീൽഡ് ഇടണം. ഇൻസുലേഷൻ അത് നമ്മൾ ഇട്ടിരിക്കണം നിർബന്ധമായിട്ട്. ഇല്ലെങ്കിൽ ഓണാകുമ്പോൾ തന്നെ
മോസ്ഫെറ്റ് പൊട്ടിത്തെറിക്കും. ഇത് പൊട്ടിത്തെറിച്ച് തന്നെയാണ് മോസ്ഫെറ്റ്. ഇതും ഇടിമിന്നലേറ്റിട്ട് പൊട്ടിയ മോസ്ഫെറ്റ് തന്നെ, ഒരു ബോർഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, UPS. നമുക്കിതിൽ പുതിയ മോസ്ഫെറ്റിൽ ഇട്ടിട്ട് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ പറയുകയാണ്. നമ്മൾ പുതിയ മോസ്ഫെറ്റ് വാങ്ങിയാൽ ചെക്ക് ചെയ്തിടണം. ഇതെല്ലാം ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് മോസ്ഫെറ്റ് ഇടുവാനായിട്ട്. സെൻറ്ററിൽ വരുന്ന 2 മോസ്ഫെറ്റ് മാത്രമായിട്ടേക്ക് ഹീറ്റ്സിങ്കായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാവുക. ഒന്നാമത്തെ 4ാമത്തെ മോസ്ഫെറ്റിന് ഡയറക്റ്റ് കോണ്ടാക്ട് ഹീറ്റ്സിങ്കായിട്ട് ഉണ്ടാവില്ല. അതിനൊരു ഇൻസേഷൻ വരും. രണ്ടെണ്ണം നമ്മൾ 2 മോസ്ഫെറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. 3ാമത്തെ ചെയ്യാം. മോസ്ഫെറ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്ന വിധം ഞാനിതൊന്നും കൂടെ കാണിക്കാം. മൾട്ടിമീറ്ററിനെ കണ്ടിന്യൂറ്റി മോഡിലേക്ക് ഇടുക. അതിനുശേഷം മോസ്ഫെറ്റിൻ്റെ ലെഫ്റ്റിന് 1ാമത്തെ കാലിൽ പോസിറ്റീവ് പ്രോബും 3ാമത്തെ കാലിൽ നെഗറ്റീവ് പ്രോബും വെക്കുക. എന്നിട്ട് ഒന്ന് സ്വിച്ചിങ് ഓണാക്കിയതിന് ശേഷം കണ്ടിന്യൂറ്റി വെക്കുക. കണ്ടോ, സെൻട്രൽ കാലിൽ കണ്ടിന്യൂറ്റി കിട്ടും. പിന്നെ നമ്മൾ ആ പ്രോബിന് തിരിച്ചു വെക്കുക. 1ാമത്തെ കാലിൽ നെഗറ്റീവ് പ്രോബും 3ാമത്തെ കാലിൽ പോസിറ്റീവ് പ്രോബും വെച്ച് ഒന്ന് സ്വിച്ചിങ് ചെയ്യുക. എന്നിട്ട് സെൻട്രലിലും നടുക്കത്തെ കാല്, സെൻട്രലിലെ 2ാമത്തെ കാല് 3ാമത്തെ കാല് വെച്ച് കണ്ടിന്യൂറ്റി കിട്ടുന്നത്. അപ്പോൾ മോസ്ഫെറ്റ് ഓഫായി. ഇതാണ് മോസ്ഫെറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ മോസ്ഫെറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 4ാമത്തെ മോസ്ഫെറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. മോസ്ഫെറ്റിൻ്റെ 1ാമത്തെ കാലിൽ പോസിറ്റീവ് 3ാമത്തെ കാലിൽ നെഗറ്റീവ് കൊടുത്ത് സ്വിച്ചിങ് ആക്കി. ഇനി 2ാമത്തെ കാലും 3ാമത്തെ കാലും ചെക്ക് ചെയ്താൽ മോസ്ഫെറ്റ് ഓണായി. ഇനി മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് തിരിച്ചു വെക്കുക. 1ാമത്തെ കാലിൽ നെഗറ്റീവും 3ാമത്തെ കാലിൽ പോസിറ്റീവും കൊടുക്കുക. സ്വിച്ചിങ് ആക്കി. ഇനി സെൻട്രൽ ചെക്കുമ്പോൾ ഓഫായി. ഇത് റെഡിയാണ് മോസ്ഫെറ്റ്. 4ാമത്തെ മോസ്ഫെറ്റാണ് ഞാൻ ഇടുന്നത്. കണ്ടോ, ഇതിൻ്റെ ഇവിടെ മോസ്ഫെറ്റിൻ്റെ പുറകിൽ ഒരു ഇൻസുലേറ്റർ ഉണ്ടാവും. ആ ഇൻസുലേറ്റർ നമ്മളിടണം. എങ്ങനെയാണ് ഇൻസുലേഷൻ വരിക? ഇതാ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കമ്പ്യൂട്ടർ ഇപ്പം സർവീസ് ചെയ്യാൻ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. ചിലപ്പോൾ അത് ശ്രദ്ധിക്കാണ്ട് നമ്മൾ പോകും. ആണ് ഇൻസുലേഷൻ.
ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം മോസ്ഫെറ്റിനെ ഒന്ന് ഇറക്കിയിട്ടിട്ട് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ നാലാമത്തെ മോസ്ഫെറ്റിൽ വരുന്ന സ്ക്രൂവിനും കൂടെ ഒരു പ്രത്യേകതയുണ്ട്. നോക്കിയോ, ഈ സ്ക്രൂവിൽ ഒരു PVCയുടെ സ്ലീവ് ഉണ്ടാവും. ഈ സ്ലീവ് എന്തിനാണെന്ന് ചോദിച്ചാൽ, സ്ലീവിൻ്റെ കട്ടിങ് ഉണ്ടല്ലേ, ഇത് ഈ PVCയുടെ കട്ടിങ് ഈ മോസ്ഫെറ്റിലേക്ക് കറക്റ്റ് ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കും. അതായത് ഈ സ്ക്രൂവും ഈ മോസ്ഫെറ്റും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റ് ഉണ്ടാകരുത്. ഉണ്ടായിക്കഴിഞ്ഞാൽ മോസ്ഫെറ്റ് പൊട്ടിത്തെറിക്കും. കോണ്ടാക്റ്റ് ഉണ്ടാകാൻ പാടില്ല. ഒന്നാമത്തെയും നാലാമത്തെയും മോസ്ഫെറ്റാണ് വരുന്നത്. നടുക്കുള്ള രണ്ട് മോസ്ഫെറ്റും നേരിട്ട് ഹീറ്റ് സിങ്കായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവും. നമുക്ക് മോസ്ഫെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. സ്ക്രൂ ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ നാലാമത്തെ ഈ മോസ്ഫെറ്റും ഈ ഒന്നാമത്തെ ഈ മോസ്ഫെറ്റും ഒന്നാമത്തെ മോസ്ഫെറ്റും തമ്മിൽ ബോഡി ടു ബോഡി നോക്കാം. ബോഡി ടു ബോഡി എന്തെങ്കിലും വിധത്തിലുള്ള കോണ്ടാക്റ്റ് ഉണ്ടോ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കറക്റ്റാണ്. ബോഡി ടു ബോഡി കോണ്ടാക്റ്റ് ഇല്ല. അതേപോലെ തന്നെ ഈ മോസ്ഫെറ്റിൻ്റെ സ്ക്രൂവും ഈ ഹീറ്റ് സിങ്കും തമ്മിൽ മാത്രമേ കോണ്ടാക്റ്റ് പാടുള്ളൂ. മോസ്ഫെറ്റിൻ്റെ ബോഡിയും ഇതും തമ്മിൽ ഒരു കോണ്ടാക്റ്റും പാടില്ല. അതായത് മോസ്ഫെറ്റിൻ്റെ ഹീറ്റ് സിങ്ക് വരുന്ന ഭാഗം. അതേപോലെ തന്നെ ഒന്നാമത്തെ മോസ്ഫെറ്റും ചെക്ക് ചെയ്യാം. ഹീറ്റ് സിങ്കും തമ്മിൽ ബന്ധം പാടില്ല. സ്ക്രൂവും ഇതും മാത്രമായിട്ട് ബന്ധം പാടുള്ളൂ. ഇത് നമുക്ക് മോസ്ഫെറ്റിനെ സോൾഡർ ചെയ്യാം. വർക്കുകളൊക്കെ പൂർത്തിയായി. ഇനി നമുക്ക് ഇതിനെ ബാറ്ററി ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററി പൊളാറ്റൊന്നും മാറാൻ ശ്രദ്ധിക്കണം കണക്ഷൻ കൊടുക്കുമ്പോൾ. ബിഗിനേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, പൊളാറ്റ് മാറാതെ ബാറ്ററി കണക്ഷൻ കൊടുക്കാനായിട്ട്.